എല്ലാവർക്കും റാഹത്തല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിൽ മുർസലീൻ വഅലി കുല്ലി വസഹബതി അജ്മഈൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലി വൽ ഉസ്താദി വൽ മുസന്നിഫ് ഹാദൽ കിതാബ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സുനനുൽ വുളൂഇന്റെ സുന്നത്തുകളാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വുളൂഇന്റെ ഷർത്തുകളും ഫർളുകളും ചർച്ച ചെയ്തു. ഇനി വുളൂഇൽ സുന്നത്തായ കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് പറയുന്നത് വുളൂഇന്റെ തുടക്കത്തിൽ സുന്നത്താക്കപ്പെട്ട കാര്യങ്ങളാണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിരുന്നു. എന്തായിരുന്നു പഠിച്ചത്? ആർക്കും ഓർമ്മയുള്ള? വെരി ഗുഡ്. അപ്പൊ അതാണ് സുന്നത്ത്. അപ്പൊ തുടക്കത്തില് സുന്നത്തായ കാര്യങ്ങൾ പറയാം. ഒന്ന്, ഐ അൻവിയ ബി ഖൽബിഹി വയഖൂല ബിലിസാനിഹി നവൈതു സുനനൽ വുളൂഇ. അവന്റെ നാവ് കൊണ്ട് അതുപോലെ തന്നെ മനസ്സിലും പറയുക, നവൈതു സുനനൽ വുളൂഇ, വുളൂഇന്റെ സുന്നത്തിനെ ഞാൻ കരുതുന്നു എന്ന് മനസ്സിലും പറയാം, നാവ് കൊണ്ടും പറയാം. എന്നിട്ട് നേരെ അഊദു ഓത, പിന്നെ ബിസ്മി ചൊല്ല. അപ്പൊ ബിസ്മി ചൊല്ലുന്നതിന് ഏറ്റവും ചുരുങ്ങിയ രൂപം എന്ന് പറയുന്നത് ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞാൽ മതി. ഏറ്റവും ചുരുങ്ങിയ രൂപം. പൂർണ്ണമായ രൂപം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയലാണ്. ബിസ്മി ചൊല്ലല് എല്ലാ നല്ല കാര്യങ്ങൾക്കും സുന്നത്താക്കപ്പെടുന്നതാണ്. വതുസന്നു തസ്മിയതു ലികുല്ലി അംരിൻ ദീബാലിൻ. എല്ലാ നല്ല കാര്യങ്ങളിലും ബിസ്മി ചൊല്ലല് സുന്നത്താണ്. ഏതുപോലെ മിൻ തിലാവത്തി ഖുർആനിൻ വതഅലീഫിൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് പോലെ, ഗ്രന്ഥരചന നിർവഹിക്കുന്നത് പോലെ, വക്തിഹാലിൻ, കൺമഷി ഇടുന്നത് പോലെ, വ അഖ്ലിൻ, കൺമഷിയല്ല സുറുമ ഇടുന്നത് പോലെ, വ അഖ്ലിൻ, അഖ്ല് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക, വശുറുബ് കുടിക്കുക, വെള്ളം കുടിക്കുക, വ ഗസ്ലിൻ, കഴുകലുകൾ, കുളി, അതുപോലെയുള്ള മറ്റു ആവശ്യമായ കഴുകലുകൾ, അതൊക്കെ ബിസ്മി ചൊല്ലിയിട്ട് ചെയ്യാം. അപ്പൊ ബിസ്മി ചൊല്ലിയിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ടോയ്ലറ്റോട് കൂടെയുള്ള ബാത്റൂം ആണെങ്കിൽ അവിടെ നിന്ന് ചൊല്ലരുത്. ടോയ്ലറ്റ് ഇല്ലാത്ത കുളിപ്പരയാണെങ്കിൽ അവിടെ ചൊല്ലാം. മനസ്സിലായില്ലേ? ഇനി അതുപോലെ തന്നെ ബിസ്മി ചൊല്ലൽ സുന്നത്തായ കാര്യമാണ്. ഇപ്പോ വ തയമ്മുമിൻ, തയമ്മുമിന്റെ തുടക്കത്തിലും സുന്നത്താണ്. വ ദബ്ഹിൻ, അറവിന്റെ സമയത്ത് സുന്നത്താണ്. വ ജിമാഇൻ, ജിമാഇന്റെ തൊട്ട് മുന്നേ സുന്നത്താണ്. വ നഹ്വിഹ, അതുപോലത്തതിലും. ഫഇൻ തറക്കഹ അവ്വലൽ വുളൂഇ ഔ അവ്വല അംരിൻ മിമ്മാ ദുക്കിറ അതാ ബിഹ അഫ്നാഅഹു. ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ തുടക്കത്തിൽ മറന്നുപോയാൽ ഇടയിൽ കൊണ്ടുവന്നാലും മതി. ഇപ്പോ അറവ് തുടങ്ങി, അപ്പോഴാണ് എനിക്ക് ബിസ്മി ഓർമ്മ വന്നത്, അപ്പൊ അറവിന്റെ ഇടയിൽ കൊണ്ടുവരിക. അതല്ലെങ്കിൽ അറവിന്റെ വിഷയത്തിൽ അങ്ങനെ ബിസ്മി മറക്കാൻ പാടില്ല. കാരണം ഹനഫി മദ്ഹബിൽ ബിസ്മി ചൊല്ലിയിരിക്കണം എന്നാണ്. നമ്മളെ മദ്ഹബിൽ ബിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിലും അറവ് സ്വഹീഹാകും. പിന്നെ അപ്പൊ തുടക്കത്തിൽ ബിസ്മി ചൊല്ലൽ വിട്ടുപോയാൽ ഇടയിൽ കൊണ്ടുവരണം. അപ്പൊ ഒരു ചോദ്യം ഉണ്ടാവും, അപ്പൊ പിന്നെ ജിമാഇന്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലൽ സുന്നത്താണെന്ന് പറഞ്ഞു, അപ്പോ ജിമാഇന്റെ ഇടയിൽ ബിസ്മി കൊണ്ടുവരാൻ പറ്റുമോ? അത് പറ്റൂല. കാരണം ജിമായിൽ സംസാരം കറാഹത്താണ്. എല്ലാ സംസാരങ്ങളും കറാഹത്താണ് ജിമാ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അതുകൊണ്ട് ജിമാഇന്റെ ഇടയിൽ ബിസ്മി മടക്കേണ്ടതില്ല. തുടക്കത്തിൽ മറന്നുപോയാൽ മനസ്സിൽ കരുതിയാൽ മതി. ഫൈൻ തറക്കഹ അവ്വലൽ വുളൂഇ ഔ അവ്വല അംരി മിമ്മാ ദുക്കിറ അതാ ബിഹ അസ്നാഅഹു. തുടക്കത്തിൽ വിട്ടുപോയാൽ ഇടയിൽ കൊണ്ടുവരാം. എന്താണ് അപ്പൊ പറയേണ്ടത്? ഖായിലൻ ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു എന്ന് പറയണം. നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ഇല്ലാ ഫി നഹ്വിൽ ജിമാഇ, ജിമാ പോലത്തതിലൊഴികെ, മിമ്മാ യുക്റഹു ഫീഹിൽ കലാമു, ജിമാ പോലത്തെ വിഷയങ്ങളിൽ സംസാരം കറാഹത്താണ്. അപ്പൊ അതിലെന്ത് ചെയ്യണ്ട, കൊണ്ടുവരരുത്. ഇനി അഷ്ഷഹാദ, അതുപോലെ തന്നെയുള്ള വിഷയമാണ് നമ്മളിപ്പോ പറഞ്ഞത്. ടോയ്ലറ്റിൽ പോകുന്നതിന് മുന്നേ അഊദ് ഓതിയിട്ട് കയറണം. അപ്പൊ അതിനുള്ളിലെത്തിയതിനു ശേഷം പിന്നെ അഊദ് ഓതരുത്. ടോയ്ലറ്റ് പോകുമ്പോൾ ബിസ്മി സുന്നത്താണെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, അവിടെ അഊദ വേണ്ടത്. ഇനി
ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്ന് ചൊല്ലാം. അപ്പോൾ അവിടെ ബിസ്മിയുണ്ട്. അത് കയറുന്നതിന് മുന്നെയാണ്, കയറിയതിന് ശേഷമല്ല. അപ്പോൾ അവിടെയൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ ചൊല്ലരുത്. കയറുന്നതിന് മുന്നേ ഓർമ്മ ഉണ്ടെങ്കിൽ മാത്രമേ ചൊല്ലാവൂ എന്നർത്ഥം. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, കുളിമുറിയിൽ പ്രശ്നമില്ല. ഇനി അഷഹാദത്ത്, അതുകൊണ്ടാണ് നമ്മൾ വീടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ എന്താ പറയാ, ഒരു കുളിപ്പര മോഡലിൽ ഒന്ന് ഉണ്ടാക്കണം. ടോയ്ലറ്റ് ഇല്ലാത്ത കുളിപ്പര മോഡലിൽ നമ്മളൊന്ന് ഉണ്ടാക്കണം. കാരണം അതിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒളു എടുക്കാനും കുളിക്കുന്ന സമയത്ത് ഈ ദിക്റുകൾ ചെല്ലാനൊക്കെ അപ്പോഴേ കഴിയുള്ളൂ. അല്ലാതെ രണ്ടും ഒരുമിച്ച് ഉണ്ടാക്കിയാൽ ഈ ഒരു പ്രതിസന്ധി ഉണ്ടാവും. പണ്ടത്തെ വീടുകളിലൊക്കെ അങ്ങനെ രണ്ടും ശ്രദ്ധിച്ചുകൊണ്ട് ഉണ്ടാക്കലുണ്ടായിരുന്നു. ഇനി അഷഹാദത്താനി ബഅദ തസ്മിയത്തി, നാലാമത് സുന്നത്തായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പോൾ പറയുന്നത് വുളുവിന്റെ സുന്നത്തുകളാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു? നവൈത്തു സുനനൽ വുളുഇ, വുളുവിന്റെ സുന്നത്തിനെ ഞാൻ കരുതുന്നു എന്ന് മനസ്സിലും കരുതി, നാവ് കൊണ്ട് പറയുകയും ചെയ്തിട്ട് എന്ത് ചെയ്തു? അഊദു ഓതി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിനുശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന് പറയലും സുന്നത്താണ്. അതാണ് അഷ്ഹദത്താനി ബഅദ തസ്മിയത്തി, ബിസ്മി ചൊല്ലിയതിനു ശേഷം ഇത് പറയൽ സുന്നത്താണ്. പിന്നെയോ അതിനുശേഷം അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറ എന്ന് പറയലും സുന്നത്താണ്. അൽഹംദു ബഅദ ഷഹാദത്തൈനി, ഷഹാദത്തൈനി രണ്ടും ചൊല്ലിയതിനു ശേഷം അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറ, വെള്ളത്തെ തഹൂറാക്കി സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധീകരിക്കുന്നതുമാക്കി മാറ്റിയ സൃഷ്ടാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറയൽ സുന്നത്താണ്. മലയാളത്തിലല്ല, ആ ദിക്ർ തന്നെ ചൊല്ലണം. ഇനി ഗസ്ലുൽ കഫൈനി മഅൽ കുഅൈനി, പിന്നെ സുന്നത്തായിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ തുടക്കത്തിലാണ്, അതോടുകൂടെ സുന്നത്താവുന്ന കാര്യമാണ്. ഗസ്ലുൽ കഫൈനി മഅൻ, രണ്ട് മുൻകൈകളും കഴുകുക. മഅൽ ഒരുമിച്ചാ വേണ്ട, ഒന്ന് ആദ്യം മറ്റേതാ പിന്നെയല്ല, സുന്നത്ത് ഒരുമിച്ച് ചെയ്യലാണ്. മഅൽ കുഅൈനി, ഈ മണി, ഇതിനെന്താ പറയാ? മണിബന്ധം അങ്ങനെയല്ല പറയാ? നിങ്ങളെ നാട്ടിൽ ഇവിടെ എന്താ ഈ കണിപ്പിനെന്താ പറയാ? മണിബന്ധത്തോടു കൂടെ കഴുകുക കഫുകൾ. കഫൈനി എന്ന് പറഞ്ഞാൽ രണ്ട് മുൻകൈകൾ. വയുക്റഹു ഗംസുഹുമാ ഫിൽ മാഇ ഖബല ഗസ്ലിഹിമാ സലാസൻ ഇല്ലം യതയഖൻ തുഹറഹുമാ, ഈ രണ്ട് കൈകൾക്ക് നജസ് ഉണ്ട് എന്ന്, കൈകളിൽ നജസ് പുരണ്ടിട്ടുണ്ട് എന്ന് വന്നുള്ള ഒരുത്തൻ, അങ്ങനെ തോന്നുന്ന ഒരുത്തൻ, അല്ലെങ്കിൽ ഇത് രണ്ടും ശുദ്ധിയാണ് എന്ന് ഉറപ്പില്ലാത്ത കാലത്തോളം ഇത് നേരെ വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് മുക്കല് കറാഹത്താണ്. മറിച്ച് എന്ത് ചെയ്യണം? ആദ്യം അത് വേറെ പാട്ടം കൊണ്ടോ മറ്റോ ഒഴിച്ച് ക്ലിയർ ആക്കിയതിന് ശേഷമാണ് വെള്ളത്തിലേക്ക് കൈയിടാൻ. ഓക്കെ അല്ലേ? ഇനി പറയുന്നത്, അപ്പൊ മുൻകൈ കഴുകി നമ്മൾ കഴിഞ്ഞു. അതിൻ്റെ ഒപ്പമുള്ള സുന്നത്തുകൾ ഏതൊക്കെ നമ്മളിപ്പോ പറഞ്ഞേ? ആദ്യം നിയ്യത്ത് വെക്കുക, മനസ്സിലും നാവ് കൊണ്ടും പറയാം. നവൈത്തു സുനനൽ വുളുഇ, വുളുവിന്റെ സുന്നത്തുകളെ ഞാൻ കരുതി എന്നാണ് നിയ്യത്ത് വെക്കേണ്ട മനസ്സിൽ. മുൻകൈ കഴുകുന്ന സമയത്ത് എന്താ നിയ്യത്ത് വെക്കണ്ടേ? വുളുവിന്റെ സുന്നത്തിനെ ഞാൻ കരുതിയാൽ മാത്രമേ ആ സുന്നത്തിന്റെ കൂലി കിട്ടുള്ളൂ. മുൻകൈ കഴുകിയതും വായിൽ വെള്ളം കൊപ്പിച്ചതിന്റെ ഒക്കെ കൂലി കിട്ടണമെങ്കിൽ ആദ്യ വുളുവിന്റെ സുന്നത്തിനെ ഞാൻ കരുതുന്നു എന്നുള്ള നിയ്യത്ത് വെക്കണം. അതോടുകൂടെ മുൻകൈ രണ്ടും കഴുകുക. അവിടെ എന്ത് ചൊല്ലുക? ബിസ്മില്ലാഹ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹി, എല്ലാവരും ഒന്ന് ചൊല്ലി എൻ്റെ ഒപ്പം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറ. ഇതുവരെ കൈ നല്ല വൃത്തിയിൽ കഴുകുക. കഴിഞ്ഞ് സുന്നത്തായിട്ടുള്ള തുടക്കത്തിലുള്ള കാര്യം കഴിഞ്ഞ്. ഇനി നേരെ വായയിലും മൂക്കിലും സുന്നത്തായ കാര്യങ്ങൾ പറയാണ്. അപ്പോൾ ഈ കൈ കഴുകിയതിന് ശേഷം തൊട്ട് ശേഷം പിന്നെയുള്ള സുന്നത്ത് എന്ന് പറയുന്നത് സിവാക്ക്, പല്ല് തേക്കലാണ്. നേരെ പോയിട്ട് വായിൽ വെള്ളം കൊപ്പിക്കലല്ല. മുൻകൈ കഴിഞ്ഞതിന് ശേഷം നേരെ വായിൽ വെള്ളം കൊപ്പിക്കുന്നതിന് പകരം ആദ്യം എന്ത് ചെയ്യുക? വായിൽ വെള്ളം, കൈ മുൻകൈ രണ്ടും കഴുകിയതിന് ശേഷം നേരെ ചെയ്യേണ്ടത് പല്ല് തേക്കലാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പല്ല് ആദ്യം തേച്ച് പോയിട്ട് ഒതുടുക്കലല്ല സുന്നത്ത്. ആദ്യം ഈ പറഞ്ഞ കൈകൾ കഴുകുക, അതിന് ശേഷം പല്ല് തേക്കുക. അതാണ് അതിന്റെ സമയം.
ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? അസ്സിവാക്കു മത്ഹറത്തുൻ ലിൽ ഫമി വ മർളാത്തുൻ ലിറബ്ബി. പല്ല് തേക്കൽ വായക്ക് ശുദ്ധീകരണമാണ്, വ മർളാത്തുൽ ലിറബ്ബി, അള്ളാഹുവിന് ഭയങ്കര തൃപ്തികരമായ കാര്യവും ആണ്. വലൗല അൻ അശുക്ക അല ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാക്കി ഇൻദ കുല്ലി വുളൂഇൻ. എൻ്റെ ഉമ്മത്തിന് പ്രയാസകരമാവില്ലായിരുന്നുവെങ്കിൽ എല്ലാ വുളൂഇന്റെ സമയത്തും പല്ലു തേക്കണമെന്ന് ഞാൻ നിർബന്ധമായും പല്ല് തേക്കണമെന്ന് കൽപ്പിക്കുമായിരുന്നു. വലൗല അൻ അശുക്ക അല ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാക്കി ഇൻദ കുല്ലി സ്വലാത്തിൻ. വുളൂവിന് ശേഷം മാത്രമല്ല, വുളൂവിന് ശേഷം പല്ലൊക്കെ തേച്ച് വുളൂഎടുത്ത് കഴിഞ്ഞാലും നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് പല്ല് തേക്കാൻ വേണ്ടി ഞാൻ കൽപ്പിക്കുമായിരുന്നു. പക്ഷെ അത് ഞാൻ നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാ ആളുകൾക്കും അത് കഴിയൂല, പ്രയാസകരമാവും എന്നത് കണ്ടുകൊണ്ടാണ് അത് നിർബന്ധമായ കൽപ്പനയായിട്ട് വരാത്തത്. വറക്അതാനി ബിസിവാക്കിൻ അഫ്ളലു മിൻ 70 റക്അ. പല്ല് തേച്ചതോടുകൂടെയുള്ള 2 റക്അത്ത്, പല്ല് തേച്ചതിന് ശേഷം വുളൂവിന് ശേഷം പല്ല് തേക്കുന്നത്, അതിന് തൊട്ട് ശേഷം വുളൂ കഴിഞ്ഞതിന് ശേഷം നിസ്കാരത്തിൽ പ്രവേശിക്കാൻ തൊട്ട് മുന്നേയും ഒന്ന് പല്ല് തേക്കുന്നത്, അങ്ങനെയുള്ള 2 റക്അത്താകുന്നത് അഫ്ളലു മിൻ 70 റക്അത്തൻ ബിലാ സിവാക്കിൻ, പല്ല് തേക്കാതെ നിസ്കരിക്കുന്ന 70 റക്അത്തിനേക്കാളും പുണ്യമുള്ളതാണ്. എങ്ങനെ? പല്ല് തേച്ചുകൊണ്ടുള്ള 2 റക്അത്ത് നിസ്കാരം എന്നത് പല്ല് തേക്കാതെയുള്ള 70 റക്അത്തിനേക്കാളും പ്രതിഫലാർഹമായ ഇബാദത്താണ് എന്നർത്ഥം. ഫസ്സിവാകു മുസ്തഹബ്ബുൻ ഫി ജമീഇൽ ഔഖാത്തി ഇല്ലാ ലിസ്വാഇമി ബഅദ സവാലി. പല്ല് തേക്കല് എല്ലാ സമയങ്ങളിലും പുണ്യകരമായ കാര്യമാണ്. അതേ സമയത്ത് നോമ്പുകാരനിക്ക് അത് സുന്നത്തില്ല. എപ്പോൾ സുന്നത്തില്ല? ബഅദ സവാലി, ഉച്ചയായതിനു ശേഷം, ളുഹർ ബാങ്ക് കൊടുത്തതിന് ശേഷം നോമ്പുകാരനിക്ക് സുന്നത്തില്ല. ഫയുക്റഹു ഇൻ ലം യതഗയ്യർ ഫമുഹു ബിനഹ്വി നൗമിൻ. ഫയുക്റഹു, അപ്പൊ കറാഹത്താണ് അതിന് ശേഷം പല്ല് തേക്കല്. ആ കറാഹത്ത് ചില സാഹചര്യങ്ങളിൽ ഒഴിവാകും. ആ പറഞ്ഞ കറാഹത്ത് നോമ്പുകാരനിക്ക് ഉച്ചയ്ക്ക് ശേഷം, ളുഹർ ബാങ്കിന് ശേഷം പല്ല് തേക്കൽ കറാഹത്താണ് എന്ന് പറഞ്ഞത് ചില സാഹചര്യങ്ങളിൽ ഒഴിവാകും. അതെപ്പോഴാണ്? ഇൻ ലം യതഗയ്യർ ഫമുഹു ബിനഹ്വി നൗമിൻ. അതായത് പല്ല് തേക്കുന്നതിന്റെ കാരണം എന്താ? ഉറക്ക് പോലാത്തത് കൊണ്ട് വായ തഗയ്യുറായിട്ടുണ്ട്, പകർച്ച വന്നിട്ടുണ്ട്. എന്ന് വെച്ചാല് ളുഹറിന്റെ ശേഷം ഒരാൾ ഉറങ്ങി എണീറ്റു, ബാങ്ക് കൊടുത്തതിന് ശേഷം ഒരുത്തന് ഉറങ്ങി എണീറ്റു, അല്ലെങ്കിൽ മുന്നേ ഉറങ്ങി എണീറ്റു, അവന്റെ വായ നിറച്ചും എന്താണ്? പകർച്ച വന്നിട്ടുണ്ട്, ടേസ്റ്റ് ഒക്കെ മാറിയിട്ടുണ്ട് ഉമിനീരിന്റെ. അങ്ങനെയാകുന്ന സാഹചര്യത്തിലും പല്ല് തേച്ചാല് അത് കറാഹത്താകൂല. അതുപോലെ കറാഹത്താകൂല എപ്പോ? വഇല്ലാ ബി സിവാക്കി ഗൈരിഹി. അതുപോലെ കറാഹത്താകുന്ന വേറൊരു സാഹചര്യമാണ് മറ്റൊരാളുടെ മിസ്വാക്ക് കൊണ്ട് പല്ല് തേക്കുക. ആ മറ്റൊരാളുടെ പല്ല് തേക്കല്, മറ്റൊരാളുടെ ബ്രഷ് കൊണ്ട് പല്ല് തേച്ച് കഴിഞ്ഞാൽ അവിടെ രണ്ട് രൂപമുണ്ട്. ഒന്ന് ഹറാമാകും, ഒന്ന് കറാഹത്താകും. അപ്പൊ ഹറാമാവുന്നത് എപ്പോഴാണ്? ഫയഹ്റുമു ഇല്ലം യഅലം ബിറിളാഹു. ഈ ബ്രഷിന്റെ ഉടമയുടെ സമ്മതത്തോടു കൂടെയല്ല, അല്ലെങ്കിൽ ആ ചങ്ങായിക്ക് ഞാനിത് എടുക്കുന്നത് തൃപ്തിയില്ല എന്ന അറിവോടുകൂടെ ഒരുത്തൻ മറ്റൊരാളുടെ മിസ്വാക്ക് എടുത്ത് പല്ല് തേച്ചാൽ ആ പല്ല് തേക്കൽ നിഷിദ്ധമാണ്, ഹറാമാണ്, കുറ്റകൃത്യമാണ്. ഫഇൻ അലിമ ഫഖിലാഫുൽ ഔല. ഇനി ആ സുഹൃത്തിന് ഈ ബ്രഷ് എടുത്ത് പല്ല് തേക്കുന്നത് തൃപ്തിയാണ് എന്ന് അറിഞ്ഞാൽ തന്നെ അത് ഖിലാഫുൽ ഔലയാണ്. എങ്ങനെ? നമ്മൾ മറ്റൊരാളെ ബ്രഷ് എടുത്ത് പല്ല് തേക്കുകയാണ്, ഓൻ എടുത്തോ തേച്ചോ എന്നൊക്കെ പറഞ്ഞാലും, അല്ലെങ്കിൽ അവന് ഞാനിത് എടുത്ത് തേക്കുന്നത് കൊണ്ട് ഒരു പ്രയാസകരവും ഇല്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, കാരണം ഓൻ അത് ജസ്റ്റ് ഒഴിവാക്കിയതാണ് ഇന്നലെ, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണെങ്കിൽ പോലും മറ്റൊരാൾ ഉപയോഗിച്ച ബ്രഷ് അത് ഉപയോഗിക്കുന്നത് തൃപ്തിയോടുകൂടെയാണെങ്കിലും ഖിലാഫുൽ ഔലയാണ്. ഇല്ലാലി തബറുക്കി. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ആ ഖിലാഫുൽ ഔല ഉണ്ടാവൂല. ഉദാഹരണത്തിന് ഒരു വലിയ സയ്യിദാണ്, അല്ലെങ്കിൽ വലിയ ആലിമാണ്, അവരെ തബറുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ അങ്ങനെ ഒരു പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ആ ബ്രഷ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ ഖിലാഫുൽ ഔല വരൂല. അതല്ലാത്ത സാഹചര്യങ്ങളിലെല്ലാം പിന്നെ തൃപ്തി ഉണ്ടെങ്കിൽ ഖിലാഫുൽ ഔല, തൃപ്തി ഇല്ലെങ്കിൽ, സമ്മതം തന്നിട്ടില്ലെങ്കിൽ അത് ഹറാമ് എന്നാണ് അതിന്റെ നിയമം.
അപ്പൊ മറ്റൊരാളെ ബ്രഷ് എടുത്തുകൊണ്ട് പല്ല് തേക്കുന്നതിന്റെ നിയമം മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. അതിലിപ്പോ ഒന്നും നമുക്ക് ചെയ്യാനില്ലല്ലോ, അറിയാതെ ചെയ്തു പോയതല്ലേ, അതിൽ കുറ്റം കിട്ടില്ല. ഇനി وإلا إذا كان فيه نجس أو ريح كريه موذ فيجب حيث توقف عليه إزالته. അതുപോലെ തന്നെ പിന്നെ പല്ല് തേക്കല് സുന്നത്താണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ചില കാര്യങ്ങളിൽ ചില സമയങ്ങളിൽ പല്ല് തേക്കൽ നിർബന്ധമാവും. അതപ്പോ വഇല്ലാ ഇദാ കാന ഫീഹി നജസുൻ ഔ റീഹുൻ കരീഹുൻ മൂദിൻ, ഓന്റെ വായയിൽ നജസുണ്ട് അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട സ്മെല്ലുണ്ട് ഓന്റെ വായയിൽ, മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്ന സ്മെല്ലുള്ള അല്ലെങ്കിൽ നജസ് അവന്റെ വായയിലുണ്ട്. ഫയജിബു ഹൈസു തവക്കഫ അലൈഹി ഇസാലത്തുഹു, അതുതന്നെ പല്ല് തേക്കൽ കൊണ്ട് ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് പല്ല് തേച്ചാലല്ലാതെ അത് ആ സ്മെല്ല് അല്ലെങ്കിൽ ആ നജസ് പോകൂല എന്നും ആണെങ്കിൽ പല്ല് തേച്ചുകൊണ്ട് ആ സ്മെല്ല് അല്ലെങ്കിൽ ആ നജസിനെ പോക്കൽ നിർബന്ധമാണ്. കാരണം വായിൽ നജസ് വെച്ച് കുത്തിരിക്കാൻ പറ്റൂല. മനുഷ്യന് നജസ്സുമായിട്ട് ഇങ്ങനെ നിലനിന്നു പോക്ക് ഹറാമാണ്. ഉദാഹരണത്തിന് റോട്ടുമ്മൽ ഒരു ചാണകം കണ്ട് അതെടുത്ത് ദേഹത്ത് തേച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാൻ പറ്റുമോ മുസ്ലിമിന്? പറ്റൂല, ഹറാമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നജസ് ശരീരത്തിലോ വസ്ത്രത്തിലോ ആക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കല്, അത് ഇസ്ലാമിൽ മുഅ്മിനായ മനുഷ്യന് നിഷിദ്ധാണ്. അപ്പൊ നജസ് കൊണ്ട് നടക്കരുത്. നജസ് അകാരണമായിട്ട് പിന്നെ മൂത്രവാർച്ചക്കാരനെ പോലെയുള്ള സാഹചര്യങ്ങളല്ലാതെ വെറുതെ അകാരണം പിന്നെ തൽത്തീഹും ബിൻ നജസ്, അത് നമ്മുടെ മദ്ഹബിൽ നമ്മുടെ അടുക്കൽ ഇസ്ലാമിൽ ജായിസ് അല്ല, ഹറാമാണ്. അപ്പൊ അതേപോലെ വായിൽ നജസ് ഉണ്ടെങ്കിൽ വായ കഴുകി വൃത്തിയാക്കൽ നിർബന്ധമാണ്, ചെയ്തിട്ടില്ലെങ്കിൽ ഹറാമാണ്. അപ്പൊ പല്ല് തേച്ചിട്ടേ പോവുള്ളെങ്കിൽ ആ പല്ല് തേക്കൽ നിർബന്ധമാവും എന്നാണ് പറഞ്ഞത്. ഇനി പല്ല് തേക്കാന്ന് പറയുമ്പോൾ അജയിന്റെ ബ്രഷ് തന്നെ യൂസ് ചെയ്യണമെന്നുണ്ടോ, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്താലൊക്കെ മതിയോ, എന്തൊക്കെ ഉപയോഗിച്ചാലാ പല്ല് തേക്കൽ എന്ന് പറയാ? ബ്രഷ് തന്നെ ഉപയോഗിക്കണമെന്നുണ്ടോ, അറാഖ് തന്നെ ഉപയോഗിക്കണമെന്നുണ്ടോ? വയഹ്സുലു ബികുല്ലി ഖശിനിൻ ഗൈരി ഇസ്ബഇഹി, പരുക്കനായ എന്തു വസ്തു കൊണ്ടും പല്ല് തേക്കാവുന്നതാണ്. ഒരു ഉരയുള്ള കുറച്ച് പവറുള്ള എന്ത് വസ്തു കൊണ്ടും പല്ല് തേക്കാവുന്നതാണ്. എന്ന് വെച്ചാൽ ഈ സുന്നത്ത് കിട്ടണമെങ്കിൽ എന്തുകൊണ്ട് തേച്ചാലും സുന്നത്ത് കിട്ടും. അതിന് കുറച്ച് ഹഷിനായിരിക്കണം, പരുപരുത്തതായിരിക്കണം. ഗൈരി ഇസ്ബഇഹി, എന്നാൽ വിരൽ കൊണ്ട് പല്ല് തേച്ചാൽ അതിന് ഉരയുള്ളതാണ് അല്ലെങ്കിൽ തയമ്പുള്ള കൈയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് തേച്ചാലും പല്ല് തേച്ച സുന്നത്ത് കിട്ടൂല. വ അഫ്ളലുഹു അൽ ഊദു, ഏറ്റവും പുണ്യമേറിയ ബ്രഷ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്ന വസ്തു എന്നത് അത് ഊദാണ്. അത് മരക്കഷ്ണമാണ്, കൊള്ളിയാണ്. ഔലാഹു, അതിൽ ഏറ്റവും പുണ്യകരമായത്, ഏറ്റവും നല്ലത് ദുർരീഹി ത്വയ്യിബി, നല്ല മണമുള്ളതാണ്. നല്ല മണമുള്ള കൊമ്പാണ് ഏറ്റവും പുണ്യമായത്. അഫ്ളലുഹുൽ അറാഖു, ആ നല്ല മണമുള്ള കൊമ്പിൽ ഏറ്റവും പുണ്യമായത്, അത് മരക്കഷ്ണം ഏറ്റവും പുണ്യമായത് അത് അറാഖാണ്. ഇനി അറാഖിൽ തന്നെ ഏറ്റവും പുണ്യമായത് ഔലാഹു അൽ മുനദ്ദ, അല്പം വെള്ളം നനച്ച അറാഖാണ് നനക്കാത്തതിനേക്കാൾ പുണ്യം. നനച്ച കൊള്ളിയാണ് നനക്കാത്ത കൊള്ളിക്കമ്പിനേക്കാൾ പുണ്യം. സുമ്മൽ യാബിസു, പിന്നെ ഉണങ്ങിയതാണ് പുണ്യം. സുമ്മർ റത്തുബു, പിന്നെ പച്ചയായതാണ് പുണ്യം. ഓർഡർ മനസ്സിലായില്ലേ? അപ്പൊ ഏറ്റവും പുണ്യകരമായത് എന്താ? ഏറ്റവും പുണ്യകരമായത് നല്ല മണമുള്ള അറാക്ക് ഉണങ്ങിയത് നനച്ചതാണ് ഏറ്റവും പുണ്യമുള്ളത്. എന്താണ്? ഉണങ്ങിയത് നനച്ചത്. ഉണങ്ങാത്ത പച്ചയേക്കാളും നല്ലത് ഉണങ്ങിയത് നനച്ചതാണ്. പിന്നെ അപ്പോ എന്താണ് ഏറ്റവും പുണ്യമായതാ പറഞ്ഞത്. അതേ സമയത്ത്
പല്ല് തേക്കുന്നതിന് കൂലി കിട്ടാൻ ഏത് കൊള്ളിക്കഷ്ണം, ഏത് ഒരേയുള്ള സാധനം കൊണ്ട് തേച്ചാലും അതിന് പുണ്യം കിട്ടും. ഏത് ഒരേയുള്ള സാധനം കൊണ്ട്, ഇപ്പൊ ഇരുമ്പിന്റെ കമ്പി കൊണ്ട് തേച്ചാൽ പുണ്യം കിട്ടുമോ? അതില്ല. അല്ലെങ്കിൽ മുളക്കമ്പ് കൊണ്ട് തേച്ചാലോ? മുള ഉണ്ടല്ലോ, മുള തേച്ചാല് വായൊക്കെ മുറിയാൻ സാധ്യത ഉള്ള അങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടൊന്നും പല്ല് തേക്കല് സുന്നത്തില്ല. അത് പറയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട്. വസ്സുന്നത്തു അൻ യസ്താക അർളൻ ഫിൽ അസ്നാനി വ തൂലൻ ഫിൽ ലിസാനി. എങ്ങനെയാണ് പല്ല് തേക്കേണ്ട രൂപം? അത് പല്ലുകളിൽ വീതിയിലാണ് തേക്കേണ്ടത്, നാവിലോ നീളത്തിലുമാണ് തേക്കേണ്ടത്. എന്നുവെച്ചാല് പല്ലുകളിൽ വീതിയിൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് കൊണ്ടത്, ഇങ്ങനെ 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 വീതിയിൽ. നാവിലാവട്ടെ നീളത്തിൽ. ഇനി നീട്ടിപ്പിടിച്ചാൽ നീളത്തിലാണ് ഇതാക്കേണ്ടത്, അല്ലാതെ നാവിൽ ഇങ്ങനെയല്ല. അതിന്റെ അർത്ഥം വേറൊരു രൂപത്തിലും ചെയ്യാൻ പാടില്ല എന്നല്ല, സുന്നത്തായത് അങ്ങനെ ചെയ്യലാണ്. ബിൽ അസ്നാനിൽ ഉലിയ ഫിൽ ഐമനി ലഹ്റൻ വ ബത്നൻ. അതുപോലെ തന്നെ സുന്നത്താണ് എന്ത്? ആദ്യമായിട്ട് വലത് ഭാഗത്ത് മുകൾ ഭാഗത്തുള്ള പല്ല്, അവകളെ പുറം ഭാഗവും ഉൾഭാഗവും ആദ്യം പല്ല് തേക്കല് സുന്നത്തുണ്ട്. എങ്ങനെ? അവൻ തുടങ്ങേണ്ടത് എങ്ങനെയാണ്? ബിൽ അസ്നാനിൽ ഉലിയ ഫിൽ ഐമനി, വലത് ഭാഗത്തുള്ള മുകൾ ഭാഗത്തെ പല്ലുകളിൽ ആദ്യം തുടങ്ങണം. ലഹ്റൻ, ആദ്യം പുറം ഭാഗം തേക്ക, വ ബത്നൻ, പിന്നെ ബത്നും തേക്ക. ഇങ്ങനെ ഉൾഭാഗം പുറം ഭാഗം തേക്ക, ഉൾഭാഗം തേക്ക, ആദ്യം വലത് ഭാഗത്ത്, എന്നിട്ട് ഒരു സെന്റർ വരെ, ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഈ സെന്റർ വരെ മുകൾ ഭാഗം ആദ്യം തേക്കുക. സുമ്മ ബിസ്സുഫ്ല, അതിന്റെ ഉൾഭാഗവും തേക്ക. പിന്നെ നേരെ അടിയിൽ വലതു ഭാഗത്ത് പുറം ഭാഗം തേക്ക, ഉൾഭാഗം തേക്ക. സുമ്മ യുമിറു സിവാക്ക സുമ്മ ബിസ്സുഫ്ല കദാലിക്ക സുമ്മ ബിൽ ഉലിയ ഫിൽ ഐസരി. പിന്നെ അതേ രൂപത്തിൽ തന്നെ പുറം ഇടതുഭാഗത്ത് തേക്ക, പിന്നെ അതിന്റെ ഉള്ളിൽ ഇടതു ഭാഗത്ത് തേക്ക, പിന്നെ അടിയിൽ ഇടത് ഭാഗത്ത് പുറം ഭാഗത്ത് തേക്ക, പിന്നെ അതിന്റെ ഉള്ളിൽ തേക്ക. ഇതാണ് അതിന്റെ ഓർഡർ. ക്ലിയർ അല്ലേ? പല്ല് തേക്കേണ്ട ഓർഡർ ക്ലിയർ അല്ലേ നിങ്ങള്? ഓക്കെ ഓക്കെ. ഇത് ബ്രഷ് ആണെന്ന് കരുതുക. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ബ്രഷ് ആയിട്ട് കൈ പിടിക്കാൻ, പേന എന്തെങ്കിലും? ആ, അപ്പോൾ ആദ്യം വലത് ഭാഗത്ത് തേക്ക, വലത് ഭാഗത്ത് മുകൾ ഭാഗത്ത് പുറം ഭാഗത്ത് ആദ്യം തേക്ക, അതിന്റെ ഉൾഭാഗം തേക്ക, ഇവിടം വരെ സെന്റർ വരെ തേക്ക. പിന്നെ വലത് ഭാഗത്ത് ഇടത് ഭാഗം തേക്ക, സോറി, വലത് ഭാഗത്ത് അടിഭാഗത്ത് തേക്ക, പുറം ഭാഗം അതിൻ്റെ ഉള്ളും തേക്ക. പിന്നെ നേരെ എന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഇടത് ഭാഗത്ത് വരേണ്ടത്. അല്ലാതെ ഫസ്റ്റ് തന്നെ ഇങ്ങനെ മൊത്തം മുകൾ ഭാഗം ഒന്നായിട്ട് തേച്ച് തീർത്തിട്ട് പിന്നെ അടിഭാഗം ഒന്നായിട്ട് തേച്ച് തീർക്കലല്ല സുന്നത്ത്. മറിച്ച് ആദ്യം വലത് ഭാഗത്ത് മുകളും അതിന്റെ താഴെയും തേച്ചതിന് ശേഷം ഇടത് ഭാഗത്ത് മുകളും അതിന്റെ താഴെയും തേൽക്കലാണ് സുന്നത്ത്. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അപ്പൊ അങ്ങനെ തേച്ച് കഴിഞ്ഞാൽ പുറം ഭാഗവും ഉൾഭാഗവും അങ്ങനെ തേച്ച് കഴിഞ്ഞാൽ സുമ്മ യുമിറു സിവാക്ക അലാ സഖ്ഫി ഹൽഖിഹി ലത്തീഫൻ. പിന്നെ അവന്റെ ഈ തൊണ്ടയുടെ ഈ മുകൾ ഭാഗം ഉണ്ടല്ലോ, നമ്മൾ നാവിന്റെ ഒക്കെ മുകളിൽ വരുന്ന ആ ഭാഗം, അത് വളരെ അധികം പവർ ഇല്ലാതെ മെല്ലെ ഉരച്ചു കൊടുക്കലും സുന്നത്താണ്. ഈ പറഞ്ഞതൊക്കെ എങ്ങനെയാവണം? സിവാക്ക ബി യുംനാഹു, അവന്റെ വലത് കൈ കൊണ്ട് ബ്രഷിനെ പിടിക്കൽ സുന്നത്താണ്. വയജാല ഖിൻസറഹു വ ഇബ്ഹാമഹു അസ്ഫലഹു വ സായിറൽ അസാബിഇ ഫൗഖഹു. ബ്രഷ് പിടിക്കേണ്ടത് ഇങ്ങനെയാണ്. നോക്കി, ഒന്ന് ബ്രഷ് ഇതുപോലെ പിടിച്ചു നോക്കി എല്ലാവരും. സ്ക്രീൻ ഓൺ ആക്കാൻ കഴിയുന്നവരൊക്കെ ഇതുപോലെ ഒന്ന് പിടിക്കി നോക്കട്ടെ. എന്നുവെച്ചാല് കൈയിന്റെ ഈ കാണുന്നില്ലേ, ചെറുവിരലും അപ്പം വിരലും അടിഭാഗത്താക്കിയിട്ട് ഇങ്ങനെ പിടിക്കുക. ഇതാണ് തേക്കുന്നതെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ടാണ് തേക്കേണ്ടത്. ഇങ്ങനെ പിടിച്ചിട്ടല്ല, കണ്ടോ? ഇങ്ങനെ പിടിച്ചിട്ടല്ല, ഇങ്ങനെ പിടിച്ചിട്ടാണ്. എന്നുവെച്ചാൽ ഈ ചെറുവിരലും അപ്പം വിരലും
ബ്രഷിന്റെ അടിഭാഗത്തായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് വുളൂ ചെയ്യൽ, പല്ല് തേക്കലാണ് സുന്നത്ത്. വഅൻ യഗ്സിലഹു ഖബലൽ ഇസ്തിയാക്കി വബഅദഹു, പല്ല് തേക്കുന്നതിന് മുമ്പും ശേഷവും ബ്രഷ് കഴുകലും സുന്നത്താണ്. വഅല്ലാ യസീദ ഫീ തൂലിഹി അലാ ശിബിരിൻ, ഒരു ചാണിനേക്കാൾ ബ്രഷിന് വലിപ്പമില്ലാതിരിക്കലും സുന്നത്താണ്. ഇത്ര വലിയ ബ്രഷ് കൊണ്ട് അല്ല പല്ല് തേക്കേണ്ടത്, ഒരു ചാണിനേക്കാളും കുറവുള്ള ബ്രഷ് കൊണ്ടാണ് തേക്കേണ്ടത്. അതിന്റെ താഴെ വരാവും അതിന്റെ വലുപ്പം. സാധാരണ നമ്മുടെ ബ്രഷൊക്കെ ആ വലുപ്പം ഉണ്ടാവില്ല. ഇനി യതഅക്കദു സിവാകുലി കുല്ലി വുളൂഇൻ വസലാത്തിൻ, ഇനി പറയുന്നതെന്ന് പറഞ്ഞാല് പല്ല് തേക്കൽ പ്രത്യേകം സുന്നത്താക്കപ്പെട്ട പല ഇബാദത്തുകളുണ്ട്. അതിനെ പറ്റിയാണ് പറയുന്നത്. യതഅക്കദു സിവാകുലി കുല്ലി വുളൂഇൻ വസലാത്തിൻ വസജ്ദത്തി തിലാവത്തിൻ വസജ്ദത്തി ശുക്രിൻ വലിഖിറാഅത്തി ഖുർആനിൻ വഹദീസിൻ വഇൽമിൻ ശർഈൻ വദിക്രിൻ വലിദുഖൂലി മസ്ജിദിൻ വമൻസിലിൻ വലിനൗമിൻ വസ്തിഖാദിൻ മിൻഹു. പല്ല് തേക്കൽ ശക്തമായ സുന്നത്താണ് എല്ലാ വുളൂയിലും. വുളൂയിൽ മാത്രമല്ല, നിസ്കരിക്കുന്ന സമയത്തും സുന്നത്താണ്, ശക്തമായ സുന്നത്താണ്. നിസ്കാരത്തിന് തൊട്ട് മുന്നേ ജസ്റ്റ് ആറാക്കാറ്റുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തേക്കൽ സുന്നത്താണ്. സജിദത്തി തിലാവത്തിന്, അതുപോലെ തന്നെ തിലാവത്തിന്റെ സുജൂദിനും സുന്നത്താണ് പല്ല് തേക്കല്. നമ്മൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് സജിദയുടെ ആയത്തോതി, ആ സമയത്ത് നമ്മുടെ കയ്യിലുള്ള ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഒന്ന് പല്ല് തേച്ചിട്ട് അല്ലെങ്കിൽ അറാക്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് സുജൂദ് ചെയ്യല് സുന്നത്താണ്. അതുപോലെ ശുക്രിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ടല്ലോ. ഇപ്പൊ എന്തെങ്കിലും നമുക്ക് വല്ല അനുഗ്രഹങ്ങളും ലഭിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വല്ല പ്രയാസത്തിലും ഭയങ്കര പ്രയാസപ്പെടുന്ന എന്തെങ്കിലും ഒരു കാഴ്ച നമ്മൾ കണ്ടാൽ നമുക്കത് പറ്റിയില്ലല്ലോ എന്നതിൽ അള്ളാഹുവിന് ശുക്രിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. അവരെ മുന്നിലല്ല, കുറച്ച് പുറത്തു പോയിട്ട്. ഈ ശുക്രിന്റെ സുജൂദ് ചെയ്യുന്ന സാഹചര്യത്തിലും പല്ല് തേക്കൽ സുന്നത്തുണ്ട് തൊട്ട് മുന്നേ ആയി. വലി ഖിറാഅത്തി ഖുർആനിൻ, വിശുദ്ധ ഖുർആൻ ഓതുന്നതിന് തൊട്ട് മുന്നേ പല്ല് തേക്കൽ സുന്നത്തുണ്ട്. ഹദീസ് പാരായണം ചെയ്യുന്നതിന് തൊട്ട് മുന്നേ പല്ല് തേക്കൽ സുന്നത്തുണ്ട്. വഇൽമിൻ ശർഈൻ, ഇപ്പൊ നമ്മൾ ഫിഖ് പഠിക്കുകയാണ്, ഇപ്പൊ ക്ലാസ്സിൽ തൊട്ട് വരുന്നതിന് തൊട്ട് മുന്നേ പല്ല് തേക്കൽ സുന്നത്തുണ്ട്. ശർഈയായ ഇൽമു പഠിക്കുന്നതിന് തൊട്ട് മുന്നേ സുന്നത്തുണ്ട്. ദിക്രിൻ, ഒരു ദിക്ർ ചെല്ലുകയാണ്, ആ ദിക്റിന്റെ മജ്ലിസിലേക്ക് ഇരിക്കുകയാണ്, അപ്പം പല്ല് തേക്കൽ സുന്നത്തുണ്ട്. വലി ദുഖൂലി മസ്ജിദിൻ, പള്ളിയിൽ പ്രവേശിക്കുന്നതിന്റെ തൊട്ട് മുന്നേ. അപ്പൊ കീശയിലപ്പം അറാക്കുണ്ടാവല് നല്ലതാണെന്ന് അർത്ഥം. ഈ സുന്നത്തുകളൊക്കെ കിട്ടും. പള്ളിയിൽ ജസ്റ്റ് കയറുന്നതിന് മുന്നേ ഒന്ന് പല്ല് തേക്കാം. അപ്പൊ മൻസിലിൻ, വീട്ടിൽ എടും പുറത്തു പോയതാ, എന്നാൽ വീട്ടിൽ ജസ്റ്റ് കയറുന്നതിന് മുന്നേ ഒന്ന് ഇറക്കൽ സുന്നത്തുണ്ട്, പല്ല് തേക്കൽ തന്നെ സുന്നത്തുണ്ട്. വലി നൗമിൻ, ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ സുന്നത്തുണ്ട്. വസ്തിഖാദി മിൻഹു, ഉറങ്ങി എഴുന്നേറ്റാലും സുന്നത്തുണ്ട്. അക്ലിൻ, പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും സുന്നത്തുണ്ട്. തവാഫിൻ, അതുപോലെ തവാഫ് ചെയ്യുന്നതിനും സുന്നത്തുണ്ട്. തഗയ്യുരി ഫമിൻ, വായ എന്താണ്, ഇനി ഈ കാരണങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഓനിങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ അവന്റെ വായ ഒന്നിങ്ങനെ പകർച്ചയായി, ഒരു എന്തോ ഒരു പല്ല് തേക്കണന്റെ അവസ്ഥയൊക്കെ എത്തിയെന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ അപ്പോഴും സുന്നത്തുണ്ട്. സിന്നിൻ, അല്ലെങ്കിൽ പല്ലിൽ എന്തെങ്കിലും ബിരിയാണി അങ്ങനത്തെ ഒന്നും കഴിച്ചതാണ്, പല്ലിലെല്ലാം കുറച്ച് അവിടെയും ഇവിടെയൊക്കെ ഇറച്ചിയോ അല്ലെങ്കിൽ നെയ്യൊക്കെ പറ്റി പിടിച്ചെടുക്കുന്നുണ്ട്, അപ്പോഴും സുന്നത്തുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഉണ്ട്. ഇനി അങ്ങനെ പോയിട്ടില്ല, മറ്റെന്തെങ്കിലും സാഹചര്യമാണ്, അങ്ങനെയാണെങ്കിലും സുന്നത്തുണ്ട്. വഫിസ് സഹരി, സുബീന്റെ സമയത്ത്, സുബീന്റെ തൊട്ട് മുന്നേ ഉള്ള സമയത്ത് ഉറങ്ങി എഴുന്നേറ്റല്, അല്ലെങ്കിൽ ആ സമയത്തും പ്രത്യേകം സുന്നത്തുണ്ട്. വൈന്ദൽ ഇഹ്തിലാരി, അതുപോലെ മരണ ആസന്നമായ വ്യക്തിക്കും പല്ല് തേച്ച് കൊടുക്കൽ സുന്നത്തുണ്ട്. ഈ പറഞ്ഞ ആളുകൾക്കെല്ലാം പല്ല് തേക്കൽ സുന്നത്തുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഫാത്ത് ആസന്നമായ സമയത്ത് ആയിഷ ബീവി പല്ല് തേച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പല്ല് ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുക്കൽ മരിക്കാൻ കിടക്കുന്ന ആൾക്ക് ചെയ്തു കൊടുക്കൽ സുന്നത്താണ്. വയുന്തബു, പല്ല് മരിച്ചതിന് ശേഷം ഏതായാലും ഉണ്ട്, അതിന് മുന്നേ ഉള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. വയുന്തബു തഖ്ലീലു ഖബലൽ ഇസ്തിയാക്കി വബഅദഹു വമിൻ അഥരി ത്വആമി വയുക്റഹു ബിനഹ്വിൽ ഹദീദി വൽ ഖസബി. അതുപോലെ പല്ലിന്റെ ഇടയിൽ വല്ലതും കുടുങ്ങിയിട്ടുണ്ട്, അതൊക്കെ ഒഴിവാക്കൽ സുന്നത്താണ്. ഖബലൽ ഇസ്തിയാക്കി, അത് പല്ല് തേക്കുന്നതിന് മുന്നേ ചെയ്യണം. മറ്റേ ഇറച്ചി അങ്ങനത്തെ ഒന്നും കഴിച്ച് പല്ലിന്റെ ഉള്ളിൽ അവിടെ ഇവിടെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പല്ല് തേക്കുന്നതിന് മുന്നേ എടുത്ത് ഒഴിവാക്കൽ സുന്നത്താണ്. ഖബലൽ ഇസ്തിയാക്കി വബഅദഹു, പല്ല് തേച്ചതിന് ശേഷമാണെങ്കിലും അത് ചെയ്യൽ സുന്നത്തുണ്ട്. വമിൻ അഥരി ത്വആമി, അതുപോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും സുന്നത്തുണ്ട്. പിന്നെ വയുക്റഹു ലിനഹ്വിൽ ഹദീദി ബിനഹ്വിൽ ഹദീദി വൽ ഖസബി, പിന്നെ
ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ ജസ്റ്റ് കുത്തി അതിന്റെ സാധനങ്ങളൊക്കെ ഉണ്ടോ ഒഴിവാക്കൽ സുന്നത്താണ് നടത്തും. അതുപോലെ വയുക്റഹു ബി നഹ്വിൽ ഹദീദി വൽ ഖസബി, ഇരുമ്പ് അതുപോലെ തന്നെ മുള പോലത്തെ സാധനങ്ങൾ കൊണ്ട് പല്ല് തേക്കുക അല്ലെങ്കിൽ പല്ല് കുത്തുക, ഇത് ഒക്കെ നിഷിദ്ധാണ്. നിഷിദ്ധാണെന്ന് പറഞ്ഞാൽ കറാഹത്താണ്. ഇനി അൽ മദ്മദത്തു വൽ ഇസ്തിൻഷാഖു, അപ്പൊ പല്ല് തേച്ച് കഴിഞ്ഞ അപ്പോൾ ഇപ്പൊ എന്താ ചെയ്തേ? മുൻകൈ രണ്ടും കഴുകി. എല്ലാരും ഇവിടെ ഇല്ലേ? ഓക്കെ. അല്ല, ഈ മുള പോലെ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ കൂർപ്പുള്ള സാധനം, നമ്മൾ ജസ്റ്റ് പല്ലിന്റെ ഉള്ളിൽ നിന്ന് സാധനം പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ മുള പോലുള്ള സാധനം എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് തൊട്ടാൽ തന്നെ പല്ലിന്റെ മോണയൊക്കെ മുറിയുന്ന രൂപത്തിലുള്ള സാധനമായിരിക്കും. അതാണ് പറ്റാത്തത് എന്ന് പറഞ്ഞത്. ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നമൊന്നും സംഭവിക്കൂലല്ലോ, അപ്പൊ കുഴപ്പമില്ല. ഇനി അൽ മദ്മദത്തു വൽ ഇസ്തിൻഷാഖു. ആ ആ ശുക്രിന്റെ സുജൂദ് എന്ന് പറയുന്നത് നമുക്ക് വല്ല അനുഗ്രഹങ്ങളും ലഭിച്ചു കഴിയുന്ന സമയത്ത് ചെയ്യൽ സുന്നത്തുള്ള സുജൂദിനാണ് ശുക്രിന്റെ സുജൂദ് എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പരീക്ഷയിൽ പാസ്സായി, നല്ല വിജയം കിട്ടി, ശുക്രിന്റെ സുജൂദ് ചെയ്യാം. അതുപോലെ തന്നെ പിന്നെ ഒരാള് ഒരു രണ്ട് കൈയും കാലൊന്നും ഇല്ലാത്ത ഒരാളെ നമ്മൾ കണ്ടു, അപ്പോ നമ്മൾ അള്ളാഹു നമുക്ക് ചെയ്ത നിയമത്തിനെ പറ്റി ഓർക്കും, ഇല്ലേ? വല്ല നിക്കുമത്തും നമ്മൾ മറ്റൊരാൾക്ക് കണ്ട് ഇതുപോലെയുള്ള, അല്ലെങ്കിൽ അതുപോലെയുള്ള വല്ല സാഹചര്യങ്ങളും ഒരാൾ പ്രയാസപ്പെടുന്ന എന്തെങ്കിലും വലിയ പരീക്ഷണത്തിൽ പെട്ടുപോയതൊക്കെ നമ്മൾ കണ്ടു. അപ്പോള് പിന്നെ ആ സാഹചര്യത്തിലും ശുക്രിന്റെ സുജൂദ് സുന്നത്തുണ്ട്. എന്ന് പറഞ്ഞാല് നമ്മൾ അയാളെ മുന്നിൽ വെച്ചിട്ട് പഠിച്ചവനെ നീ എനിക്ക് ഇതൊന്നും ചെയ്തില്ലല്ലോ എന്ന് എന്റെ സുജൂദ് ചെയ്യാൻ പറ്റുമോ? അതില്ല. പിന്നെ ഞാന് അതിന് പ്രത്യേക രൂപം എന്ന് പറഞ്ഞാൽ സാധാരണ സുജൂദ് തന്നെ നിയ്യത്ത് വെക്കാൻ്റെ സുജൂദ് ചെയ്യുക, അതാണ് ഈ ശുക്രിന്റെ സുജൂദ് എന്ന് പറയുന്നത്. അതെ, അള്ളാഹു അക്ബർ, സുജൂദ് ചെയ്യുക, ദിക്റല്ല, നേരെ ഇരിക്കുക, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, സജദ വജീഹി ലില്ലദി ഖലഖഹു വസവറഹു വശക്ക സമഅഹു വബസറഹു ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അത് നമ്മൾ പഠിക്കും, ഇൻഷാ അല്ലാഹ് വരും, തൊട്ട് ശേഷം തന്നെ വരുന്നുണ്ട് സുജൂദ്. ഏ ആ ഒറ്റ സുജൂദാണല്ലോ, രണ്ട് സുജൂദ് ഇല്ല, ഒറ്റ സുജൂദാണല്ലോ. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശദീകരണങ്ങൾ വരും. അതെ, പിന്നെ ഇത് രണ്ട് സുന്നത്തുണ്ട്, രണ്ട് സുജൂദ് ഉണ്ട്. ഏതിന്റെ? സോറി, സഹവിന്റെ സുജൂദ് രണ്ടെണ്ണം ഉണ്ട്. ഖിറാഅത്തിന്റെ തിലാവത്തിന്റെ സുജൂദും അതുപോലെ തന്നെ ശുക്റിന്റെ സുജൂദും ഓരോ എണ്ണാണ്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ വരുന്നുണ്ട്, കുറച്ചപ്പുറത്ത്. ഓക്കെ, വേറെന്താ ഡൗട്ട് ഉണ്ടോ? ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് വുളുവിന്റെ. അപ്പൊ നമ്മൾ പല്ല് തേച്ചതിന് ശേഷമാണ് വായിൽ വെള്ളം കയറ്റി കൊപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും ചെയ്യേണ്ടത്. അതിനെ പറ്റി ഇനി പറയുന്നത് അൽ മൽമലത്തു വൽ ഇസ്തിൻഷാഖു. അൽ മൽമല എന്ന് പറഞ്ഞാൽ വായിൽ വെള്ളം കൊപ്പിളിക്കുക, വൽ ഇസ്തിൻഷാഖ് എന്ന് പറഞ്ഞാൽ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. അപ്പോൾ അക്കല്ലു മൂക്കിൽ വെള്ളം കയറ്റി ആയിട്ട് വലിച്ചങ്ങ് ഉള്ളിലേക്ക് ഇറക്കുന്ന രൂപത്തിലല്ല, ജസ്റ്റ് വെള്ളം അങ്ങോട്ട് ആക്കിയിട്ട് ഒന്ന് ചീറ്റി കളയുക, അതാണ് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റൽ. അക്കല്ലുഹുമ ഈസാലുൽ മാഇ ഇലൽ ഫമി വൽ അൻഫി, വായയിലും മൂക്കിലും വെള്ളം കയറ്റി പുറത്തിറക്കിയാൽ തന്നെ അതിന്റെ കൂലി കിട്ടി. വൽ അക്മലു, അതിന്റെ പൂർണ്ണമായ രൂപാവട്ടെ ജംഉഹുമാ ബി സലാസി ഖുറഫിൻ,
യതമൽമലു സുമ്മ യസ്തൻഷിക്കു മിൻ കുല്ലി ഗുർഫത്തി മിൻഹാ. 3 പ്രാവശ്യം ചെയ്യലാണ്. 3 കോരലിലായിട്ട് ഈ വായിൽ വെള്ളം കയറ്റി കൊപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും ചെയ്യലാണ് സുന്നത്ത്. അപ്പോ കയ്യിൽ വെള്ളം എടുക്കുക, ആദ്യം വായിലേക്ക് കുറച്ചാക്കുക, അപ്പൊ കയ്യിൽ ബാക്കിയുള്ള വെള്ളം കൊണ്ട് മൂക്കിലേക്ക് ഒന്ന് കയറ്റിയിട്ട് ഒന്ന് ചീറ്റിക്കളയാം. വായി കൊപ്പിളിച്ച് ഒഴിവാക്കുകയും ചെയ്യുക. വീണ്ടും വെള്ളം എടുക്കുക, ആദ്യം വായിലേക്ക് ആക്കാം, പിന്നെ മൂക്കിലേക്കും കയറ്റുക, ചീറ്റിക്കളയാ, വായിൽ നിന്ന് തുപ്പിയും കളയാം. ഇങ്ങനെ 3 പ്രാവശ്യം ചെയ്യലാണ് പൂർണ്ണമായ രൂപം. സുമ്മ യസ്തൻഷിക്കു മിൻ കുല്ലി ഖുർഫത്തി മിൻഹ. ഈ പറഞ്ഞ രൂപത്തിൽ ഓരോ കോരലിലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും വേണം. വൽ മുബാലഗത്തു ഫീഹിമ. ഇത് രണ്ടും നല്ലോണം ചെയ്യൽ സുന്നത്താണ്, ഏറ്റവും പുണ്യമായ രൂപമാണ്. ജസ്റ്റ് വെള്ളം വായിലാക്കി അല്ലെ മൂക്കിലാക്കി ഒഴിവാക്കുന്നതിലും നല്ലോണം അത് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ചെയ്യൽ സുന്നത്തുണ്ട്. ഇൻകാന മുഫ്തിറൻ അമ്മ സായിമു ഫതുക്റഹുൽ. ഈ പറഞ്ഞത് ആർക്കാണ്? നോമ്പില്ലാത്തവനിക്കാണ്. നോമ്പുള്ള ഒരുത്തനപ്പോ ഒതു കൊടുക്കുമ്പോ എന്താ ചെയ്യണ്ടേ? അവനപ്പോ മുബാലകത്താക്കരുത്, വല്ലാതായിട്ട് കയറ്റി വെള്ളം കയറ്റലും ഇറക്കലും ആ പരിപാടി വേണ്ട, ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി. ആര്? നോമ്പുകാരൻ. മനസ്സിലായോ? നോമ്പുകാരന് വായിൽ വെള്ളം വല്ലാതെ കൊപ്പിളിച്ച് ഇങ്ങനെ ഭയങ്കരാക്കി സംഭവമാക്കണ്ട. അതുപോലെ തന്നെ മൂക്കിൽ ഒന്നായി വെള്ളം കയറ്റിയിട്ട് ലാസ്റ്റ് നോമ്പ് മുറിക്കുന്ന പരിപാടി ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് വെള്ളമാക്കിയിട്ട് ഒഴിവാക്കിയാൽ മതി. ഇദാറത്തുൽ മാഇ ഫിൽ ഫമി സുമ്മ മജ്ജുഹു മിൻഹു. അതുപോലെ തന്നെ സുന്നത്താണ്. എന്ത് സുന്നത്താണ്? വായിൽ വെള്ളം ചുഴറ്റല്, എല്ലായിടത്തും എത്തിക്കല്. സുമ്മ മജ്ജുഹു മിൻഹു, എന്നതിന് ശേഷം തുപ്പിക്കളയാം. വസ്തിൻ സാർഹു മിനൽ അൻഫി. മൂക്കിൽ നല്ല ഞെക്കിയിട്ട് തന്നെ മൂക്ക് പീയല്, അതും സുന്നത്താണ്. ബിയദിഹിൽ യുസ്ര. അതൊക്കെ ചെയ്യേണ്ട ഇടത് കൈ കൊണ്ട്. മൂക്കിൽ വെള്ളം കയറ്റി ഈ പീയുന്ന പരിപാടി ചെയ്യാൻ ഇടത് കൈ കൊണ്ടാ വേണ്ടേ. കയറ്റി ആ കൈ കൊണ്ട് തന്നെ ചീറ്റലല്ല. മനസ്സിലായോ? ഇദ്ഖാലു ഖിൻസറിൻ ഫീഹി. മൂക്കിന്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി ഇടത് കൈയുടെ ചെറുവിരൽ ജസ്റ്റ് ഒന്ന് കയറ്റി ക്ലിയർ ആക്കലും സുന്നത്തുണ്ട്. ഫൈസാലത്തു മാഫീഹി മിനൽ ഖദരി. വല്ലതുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇടത് കൈയുടെ, വലത് കൈയല്ല എപ്പോഴുണ്ടത്, ഇടത് കൈയുടെ പിന്നെ ചെറുവിരലാണ് ഇടല് സുന്നത്ത്. അപ്പോ വുളൂവിന്റെ സുന്നത്തുകൾ നമ്മൾ മുഖം കഴുകുന്നിടത്തെത്തി. അതുവരെയുള്ള സുന്നത്തായ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി മുഖം കഴുകലും അതുപോലെ തന്നെ കൈ കഴുകലും ഇത് രണ്ടും നിർബന്ധമായ കാര്യങ്ങളാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാ. ഇനി പറയുന്നത് തല തടവുന്ന സമയത്ത് സുന്നത്തായ കാര്യമാണ്. ഇസ്തിയാബു മസ്ഹിർ റഅസി. തല മുഴുവനായും തടവല് സുന്നത്ത്. നമ്മൾ പറഞ്ഞത് നിർബന്ധമായ ഭാഗം എന്ന് പറയുന്നത് തലയിൽ ഒരു മുടിയുടെ അല്പമെങ്കിലും തടവിയാൽ മതി. ആ മുടി എന്ന് പറയുന്നത് നീട്ടിപ്പിടിച്ചാല് നമ്മുടെ ഈ തലേന്റെ പരിധി കഴിഞ്ഞു വരുന്ന ഭാഗം ആവരുത്. ഉദാഹരണത്തിന് എന്റെ മുടി വലിയതാണ്, ഇവിടെ നീട്ടിപ്പിടിച്ച ഇവിടം വരെ എത്തും. ഈ മുടിയുടെ ഈ ഭാഗം തടവിയത് കൊണ്ട് കാര്യമില്ല, ഈ ഒരു സ്ഥലത്ത് തടവിയോണ്ട് കാര്യമില്ല. ഈ വിഷയങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. ഇനി സുന്നത്താണ് തല മുഴുവനും തടവല്. ഇസ്തിആബ് എന്ന് പറഞ്ഞാൽ മുഴുവനാക്കുക. മസ്ഹിർ തല മുഴുവനായിട്ടും തടവുക. യുസന്നു ഇസ്തിആബുഹു ലിലിത്തിബാഇ. തല മുഴുവനും തടവല് സുന്നത്താണ്. അത് എന്തുകൊണ്ട്? നബി തങ്ങൾ അങ്ങനെ ചെയ്തു എന്നുള്ളതുകൊണ്ട്. വഖുറൂജൻ മിൻ ഖിലാഫി മാലിക്കിൻ വഅഹ്മദ് റളിയല്ലാഹു തആല അൻഹുമാ ഹൈസു ഔജബാഹു. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയും ഇമാം അഹ്മദ് തങ്ങളും തല മുഴുവനായും തടവല് നിർബന്ധമാണ് എന്ന അഭിപ്രായക്കാരാണ്. സോ അത് മുഴുവനായും തടവല് പ്രത്യേകം സുന്നത്താണ്. ഏതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് ചെയ്തത്. അതുകൊണ്ടും ഫൈൻ ഇഖ്തസറ അലൽ ബഅദി. ഇനി അല്പം മാത്രമേ തടവുന്നുള്ളൂന് അങ്ങനെ തീരുമാനിച്ചു, അങ്ങനെയാണ് ഏറ്റവും നല്ലത്. അയ്യക്കൂന ഹുവൻ നാസിയ. അത് ഈ മൂർദാവിന്റെ ഭാഗത്തുനിന്ന് ഇവിടെ നിന്ന് തടവലാണ് സുന്നത്ത്, ഏറ്റവും നല്ലത്. വയംബഗി അല്ലാ യഖ്തസിറ അല അഖല്ല മിന റുബഇ. 4/1 തലേനെ ഒരു 4 ഭാഗമാക്കുകയാണെങ്കിൽ ഇത്രയെങ്കിലും 4/1 തടവാതിരിക്കൽ വളരെ അത്യാവശ്യമാണ്. കാരണം എന്താ? അബൂ ഹനീഫ് ഇമാം പറഞ്ഞത് തലേന്റെ 4/1 തടവല് നിർബന്ധമാണ്, അവര് തെളിവ് പിടിച്ചത്. അപ്പൊ 4/1 തടവല് വളരെ അത്യാവശ്യമാണ്. അതെന്തുകൊണ്ടാ? ലിഅന്നൽ മഷ്ഹൂർ അൻഹു വുജൂബുർ റുബഇ. 4/1 തടവല് നിർബന്ധമാണെന്നാണ് അബൂ ഹനീഫ ഇമാമിനെ തൊട്ടിട്ട് നിവേദനം ചെയ്യപ്പെട്ടത്. അപ്പോ തലയുടെ 4/1 തടവണം നമ്മൾ.
തല മുഴുവനായും തടവലാണ് ഏറ്റവും പുണ്യം. നമ്മൾ അതിന്റെ രൂപം പറഞ്ഞില്ലേ, അതാണ് ഇനി അടുത്ത പറയുന്നത്. തല മുഴുവനും തടയുന്നതിന്റെ രൂപം നോക്കിക്കോളി. വൽ അഫ്ളലു ഫി കൈഫിയത്തിൽ ഇസ്തിയാബി, തല മുഴുവൻ തടവുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിന്റെ പൂർണ്ണമായ രൂപം. ഐ യദഅ ഇബ്ഹാമൈഹി അലാ സദ്റൈഹി, അവന്റെ ഈ ഭാഗത്തായിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗത്തായിട്ട് അവന്റെ ഈ വിരലുകളെ രണ്ടും വെക്കുക, അപ്പം വിരലുകളെ. വയുൽസിഖ ഇഹ്ദ സബാബത്തൈഹി, ഈ രണ്ട് സബാബത്തിനെയും കൂടി ചേർക്കുക. സബാബത്ത് എന്ന് പറഞ്ഞാൽ ചൂണ്ടുവിരല്. ബിൽ ഉഖ്റ, ഈ രൂപത്തിൽ ചേർത്ത് വെക്കുക. സുമ്മ യദ്ഹബ ബിഹിമാ മഅ ബഖിയ്യത്തി അസാബിഇഹി ലിഖഫാഉ, പിന്നെ ഇങ്ങനെ ഈ വിരൽ ഇങ്ങനെ പൊന്തിച്ച് പിടിക്കല്ല, ഇങ്ങനെ താത്തി തന്നെ പിടിക്കുക. ഈ തലയിലെ എല്ലാ വിരലുകളോടും കൂടെ കിരടി വരെ പോക്കാണ് സുന്നത്ത്. സുമ്മ യറുദ്ദുഹുമാ ഇലാ മബ്ദഇ, പിന്നെ ഇങ്ങനെ തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുവരണം. ഇൻകാന ലഹു ഷഅറുൻ യൻഖലിബ്, ചങ്ങായിക്ക് ഇങ്ങനെ പോക്കുമ്പോൾ കുറച്ച് വലുപ്പമുള്ള മുടിയുണ്ട്, അപ്പൊ ഇങ്ങനെ തെന്നി കളിക്കുന്ന മുടി ഉണ്ടെങ്കിൽ, വലിയ മുടി ഉണ്ടെങ്കിലാണ് ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ടും കൂടി ചെയ്യല് സുന്നത്തുള്ളത്. വൈല്ലാഫൽ യക്തസിർ അല ദഹാബി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രാവശ്യം പോയാൽ തന്നെ ഒരു പ്രാവശ്യമായി, പിന്നെ വീണ്ടും നനക്കുക, പിന്നെ ഇങ്ങനെ പോവുക, പിന്നെ വീണ്ടും നനക്കുക, ഇങ്ങനെ പോയാൽ മതി എന്നർത്ഥം. രൂപം മനസ്സിലായോ? എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? ഇങ്ങനെ അവന്റെ ഈ ചെന്നിയുടെ ഭാഗത്ത് വെക്കുക, ചൂണ്ടുവിരലുകളെ ചേർത്ത് വെക്കുക. എന്നിട്ട് മറ്റു വിരലുകളോടുകൂടെ പിരടിയിലേക്ക് പോവുക. മുടി കുറച്ച് വലുപ്പമുണ്ടെങ്കിൽ വീണ്ടും തിരിച്ചിങ്ങോട്ട് തന്നെ വരിക. ഇതൊരു പ്രാവശ്യം. വീണ്ടും കൈ നനക്കുക, ഇവിടെ വെക്കുക, വീണ്ടും നനക്കുക, ഈ രൂപത്തിൽ ചെയ്യുക. ഇതാണ് പൂർണ്ണമായ രൂപം. ഓക്കെ അല്ലേ? അപ്പോ തല മുഴുവനാക്കി ഈ രൂപത്തിൽ തടവല് പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് ചുരുക്കം. ഇനി നമ്മൾ പറയുന്നത് മസ്ഹുൽ ഉദ്നൈനി, രണ്ട് ചെവി തടവല്, അതും സുന്നത്തുണ്ട്. ചെവി രണ്ടും തടവലും സുന്നത്തുണ്ട്. അഖല്ലുഹു ഈസാലുൽ ബലലി ഇലൈഹിമ, രണ്ട് ചെവിയിലേക്കും നനവെത്തിച്ചാൽ തന്നെ പുണ്യം കിട്ടി, ഏറ്റവും ചുരുങ്ങിയ പുണ്യം കിട്ടി. വൽ അക്മലു, പൂർണ്ണമായ പുണ്യം കിട്ടേണ്ട രൂപം എന്ന് പറഞ്ഞാൽ അൻ യംസഹ ലാഹിറഹുമാ വ ബാത്തിനഹുമാ ബി ഇബ്ഹാമൈഹി വ സബ്ബാബത്തൈഹി ബിമാഇൻ ഗൈരി മാഇ റഅസി സുമ്മ സിമാഖൈഹി ബിത്വറഫൈ മുസബ്ബിഹതൈഹി ബിമാഇൻ ജദീദിൻ സുമ്മ യുൽസിഖ കഫൈഹി വഹുമാ മബ്ലൂലതാനി ബിൽ ഉദ്നി ഇസ്തിൽഹാറാ. നോക്കി, പൂർണ്ണമായ ചെവി തടവുന്നതിന്റെ രൂപം എന്ന് പറഞ്ഞാല് കൈ നനക്കുക, അപ്പം വിരലിന് ആദ്യം നോക്കുക, എന്ത് ചെയ്യുക, വൽ അക്മലു ഐ യംസഹ ലാഹിറഹുമാ വ ബാത്തിനഹുമാ ബി ഇബ്ഹാമിഹി വ സബ്ബാബത്തൈഹി ബിമാഇൻ ഗൈരി മാഇ റഅസി, തല തടവിയ വെള്ളം നേരെ തന്നെ ആ കൈ കൊണ്ട് തന്നെ നേരെ പോയിട്ട് ചെവി തടവലല്ല, കൈ ഒന്ന് നനച്ചതിന് ശേഷം നേരെ ചെവിയിലേക്ക് വെക്കുക, നേരെ ചെവിയിലേക്ക് വെക്കുക. ഒരു സെക്കൻഡ്. കൈ നനച്ചതിന് ശേഷം ഈ അപ്പം ഈ ചൂണ്ട വിരൽ കൊണ്ട് ഉൾഭാഗവും ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഈ ഭാഗം കഴുകുക. അതോടൊപ്പം തന്നെ അപ്പ വിരൽ കൊണ്ട് ഇങ്ങനെ ഇവിടെയും തടവുക. ഉള്ളും പുറവും അപ്പായി. കാണുന്നില്ലേ? ചൂണ്ട് വിരൽ കൊണ്ട് ചെവിയുടെ ഉൾഭാഗം കടവുക. ഈ ഒരു ഓട്ടയെ കൂടി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അവസാനിപ്പിച്ചിട്ട് ഈ വിരൽ കൊണ്ട് ഇങ്ങനെ പുറത്ത് കടവുക. പിന്നെയോ അതിനുശേഷം പിന്നെ ഒന്നും കൂടി വെള്ളം നനക്കുക കൈ. അതിനുശേഷം എന്ത് ചെയ്യുക, ആ കൈ നനച്ചതിന് ശേഷം അവന്റെ രണ്ട് ചൂണ്ട് വിരലെടുക്കുക. അവന്റെ രണ്ട് ചൂണ്ട് വിരലെടുത്തിട്ട് എന്ത് ചെയ്യുക, സുമ്മ സിമാഹൈഹി, ഈ ചെവിന്റെ രണ്ട് ചെവിക്കുറ്റിന്റെ ഈ ചെറിയ ഓട്ട ഉണ്ടല്ലോ, ആ ഭാഗത്തൊന്ന് ജസ്റ്റ് ഇങ്ങനെ നനക്കുക. എന്നിട്ട് വീണ്ടും കൈ നനച്ചതിന് ശേഷം കൈ ഒന്നായിട്ട് ഇങ്ങനെ ഒന്ന് തടവിക്കളയാ, പുറംഭാഗം ഇങ്ങനെ ഒന്ന് പുറംഭാഗം തടവിക്കളയാ. ഇങ്ങനെ ചെയ്താൽ ഒരു തവണ. ഇതാണ് പൂർണ്ണമായ രൂപം. എങ്ങനെ? കൈ രണ്ടും ആദ്യം
നനക്കുക. ചൂണ്ട വിരൽ കൊണ്ട് ചെവിന്റെ ഈ ഉൾഭാഗം ഇങ്ങനെ തടവുക, പുറം ഭാഗം ഇങ്ങനെ അപ്പ വിരൽ കൊണ്ടും. അതിനുശേഷം ഒന്നുകൂടി നനച്ചിട്ട് നേരെ ഈ ചെവിന്റെ ഈ ഉൾഭാഗം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നനക്കുക. ഈ ചെവിന്റെ ഓട്ടാന്റെ ആ ഭാഗം നനക്കുക. വീണ്ടും ഒന്ന് നനച്ചിട്ട്, അല്ലെങ്കിൽ ആ ബാക്കിയുള്ള നനവ് കൊണ്ട് തന്നെ ഉൾഭാഗം ഒന്ന് തടവിയിട്ട് ബാക്കിയുള്ള നനവ് കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് മുഴുവനാക്കി കളയാം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഭാഗം മുഴുവനായി, ഒരു പ്രാവശ്യം പൂർത്തിയായി. അതേ രൂപത്തിൽ 3 പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായ സുന്നത്ത് കിട്ടും. ഓക്കെ അല്ലേ? രൂപം കൃത്യമല്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ചെവി തടവുന്നതിന്റെ പൂർണ്ണമായ രൂപം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരിക്കെങ്കിലും? അല്ല, കൈ രണ്ടും കഴുകിയതിന് ശേഷം വായയിൽ വെള്ളം കൊപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നെയാണ് പല്ല് തേക്കൽ സുന്നത്ത്. പല്ല് തേക്കുന്നതിന്റെ സുന്നത്തായ സമയം അതാണ്. ഇൻ കേസ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഓർമ്മയുള്ളപ്പോൾ അപ്പൊ പോയിട്ട് തേച്ചാലും മതി ആ സുന്നത്ത് കിട്ടാൻ. അതേ സമയത്ത് ഏറ്റവും സുന്നത്തായ സമയം എന്ന് പറയുന്നത് മുൻകൈ കഴുകിയതിന് ശേഷമുള്ള സമയമാണ്. വായിൽ വെള്ളം കുപ്പിളിച്ച് മൂക്കിൽ കയറ്റി ചീറ്റുന്നതിന് തൊട്ട് മുന്നെയാണ് പല്ല് തേക്കൽ സുന്നത്തുള്ളത്. അപ്പോൾ ഒളു എടുക്കാൻ പോകുന്ന വ്യക്തി ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ പറഞ്ഞ രൂപത്തിൽ ഔദും ബിസ്മില്ല ഓതി നിയത്തൊക്കെ വെച്ചിട്ട് ഉളുവിന്റെ സുന്നത്തിന്റെ കരുതുന്നുള്ള നിയത്തൊക്കെ വെച്ച് കൈ രണ്ടും കഴുകി പിന്നെ നേരെ ബ്രഷ് എടുത്ത് പല്ല് തേച്ച് ഈ പറഞ്ഞ രൂപത്തിൽ സുന്നത്തായ രൂപത്തിൽ വലതുഭാഗവും അതിന്റെ അടിഭാഗവും വലതിന്റെ മുകളും അടിയും തേച്ച് ഇടത് ഭാഗത്ത് മുകളും താഴെയും തേച്ച് അങ്ങനെ ഉള്ളും പുറവും ആ ഓർഡറിൽ തന്നെ തേച്ച് അതിന് ശേഷം പിന്നെ വായിൽ വെള്ളം കൊപ്പിളിച്ച് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി 3 പ്രാവശ്യം ചെയ്തതിന് ശേഷം പിന്നെ മുഖം നല്ലോണം നമ്മൾ നിർബന്ധമായ ഉളുവിന്റെ നിയത്തപ്പ വെക്കണം. നിർബന്ധമായ ഉളുവിനെ കരുതുന്നു, അല്ലെ ഉളുവിന്റെ നിർബന്ധത്തെ ഫർദിനെ കരുതുന്നു എന്ന് കരുതിക്കൊണ്ട് മുഖം കഴുകി കൈ രണ്ട് കഴുകി അതിന്റെ രൂപമൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം തല ഈ പറഞ്ഞ രൂപത്തിൽ സുന്നത്തായ രൂപത്തിൽ പൂർണ്ണമായും തടവി 3 പ്രാവശ്യം കൈയും ചെവിയും ഈ പറഞ്ഞ രൂപത്തിൽ പൂർണ്ണമായി തടവി അങ്ങനെ ചെയ്യലാണ് സുന്നത്ത്. പിന്നെ കാല് കഴുകുന്ന രൂപം നമ്മൾ പറഞ്ഞു എവിടെ വരെ കഴുകണം എന്നൊക്കെയുള്ളത്, കാരണം അത് നിർബന്ധമായ കാര്യങ്ങളാണ്. നിർബന്ധമായ നമ്മൾ ഓൾറെഡി പറഞ്ഞത് ഇവിടെ ഇനി വീണ്ടും ആവർത്തിക്കൂല. ഇവിടെ സുന്നത്തായ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പൊ പല്ല് തേക്കുക എന്നുള്ളത് അത് ഉളുവിന്റെ മുന്നെയോ ഉളു കഴിഞ്ഞതിന് ശേഷമോ ചെയ്യേണ്ട സാധനമല്ല, ഉളുവിന്റെ ഇടയിൽ വരുന്നതാണ്, അഥവാ മുൻകൈ കഴുകിയതിനു ശേഷം വരുന്നതാണ് പല്ല് തേക്കുക എന്നുള്ളത് എന്ന് ചുരുക്കം. അതെ, അത് ഈ ഉളുവിന്റെ പല്ല് തേക്കലല്ല, അത് നിസ്കാരത്തിന് വേറെ സുന്നത്തുണ്ട്. ഇപ്പൊ 2 പല്ല് തേക്കലുണ്ട്. ഒന്ന് ഉളുവിന്റെ സുന്നത്തായ പല്ല് തേക്കൽ, അതിനെ പറ്റിയിട്ടാണ് നമ്മളിപ്പോ പറയുന്നത്. നിസ്കാരത്തിന് ഓക്കെ ഓക്കെ ഇനി പറയുന്നത് വെള്ളം ഒഴിക്കുന്ന സമയത്തും കഴുകുന്ന സമയത്തും ഒക്കെ സുന്നത്തുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത്. മാ യുത്ലബു ഫി സബ്ബി മാ യുത്ലബു ഫി സബ്ബി വൽ ഗസ്ലി, കഴുകലിലും ഒഴിക്കലിലും സുന്നത്തായ കാര്യങ്ങൾ. ഒന്നാമതായിട്ട് ദൽകുൽ അഅ്ളായി, അവയവങ്ങൾ ഉരച്ച് കഴുകുക, ഒന്നിങ്ങനെ കൈകൊണ്ട് ഉരക്കുക, അത് സുന്നത്തുണ്ട്. വഹുവ ഇമ്രാറുൽ യദി അലൽ അഅ്ളായിൽ മഗ്സൂലത്തി, കഴുകപ്പെടുന്ന അവയവങ്ങളിൽ കയ്യെ നടത്തുക, കയ്യിനെങ്ങനെ ഉരക്കുക, അത് സുന്നത്താണ്. അതെന്തുകൊണ്ടാണ് സുന്നത്തായത്? സുന്ന ഖുറൂജൻ മിൻ ഖിലാഫി മാലിക്കിൻ ഹൈസു ഔജബഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അങ്ങനെ ഉരച്ച് കഴുകൽ നിർബന്ധമാണെന്നുള്ള മദ്ഹബുകാരനാണ്. അപ്പൊ അവരുടെ മദ്ഹബിൽ നിർബന്ധമാണ് എന്ത്, കൈ ഉരച്ച് വുളുവിൽ എവിടെയൊക്കെ കഴുകുന്നുണ്ടോ അതൊക്കെ ഉരച്ച് കഴുകണം എന്നുള്ളത് അഭിപ്രായക്കാരാണ്.
അതുപോലെ തന്നെ സുന്നത്താണ് തഹ്ലീലു കസീഫി ലിഹിയത്തിൻ വ ആരിദിൻ. നല്ലോണം കട്ടത്താടിയുള്ള മനുഷ്യൻ, കട്ടത്താടിയുള്ള വ്യക്തികൾ, കുറച്ച് വലിയ താടികളുള്ള ആളുകൾ, അത് അതിനുള്ളിലെല്ലാം നല്ലോണം വെള്ളം ഇങ്ങനെ എത്തിക്കുക. തഹ്ലീൽ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് ഇടർച്ച വരുത്തുക. ഈ രൂപത്തിൽ ഇങ്ങനെ കൈയിട്ടിട്ട് ഇളക്കിയിട്ട് അവിടെയൊക്കെ വെള്ളം എത്തിക്കുക. അതും സുന്നത്തുണ്ട്. അൽ അഫ്ളലു കൗനുഹു ഫിൽ യദൈനി ബിത്തശ്ബീകി. ഇപ്പൊ പറഞ്ഞെന്താ? തഖ്ലീലു കസീഫി ലഹിയത്തിൻ വഅരിദിൻ. അൽ അഫ്ളലു തഖ്ലീലുഹാ ബിഅസാബിഇ യുംനാഹു മഅ തഫ്രീഖിഹാ മിൻ അസ്ഫല ബിഗുർഫത്തിൻ മുസ്തഖില്ലത്തിൻ. ഈ താടിയില്, കവിൾത്താടിയിലും അടിയിലുള്ള താടിയിലും പിന്നെ ഇടർച്ച വരുത്തൽ സുന്നത്താണെന്ന് പറഞ്ഞല്ലോ. അതിന്റെ ഏറ്റവും പൂർണ്ണമായ രൂപം എന്ന് പറയുന്നത് വലത് കൈ ഇട്ടിട്ട് ഇളക്കലാണ്. ആ തഫ്രീഖിഹ, അതെന്ത് ചെയ്യണം? ആ താടി ഇങ്ങനെ കുറച്ച് വിടർത്തി പിടിച്ചുകൊണ്ട് എല്ലായിടത്തും എന്ത് ചെയ്യുക? വരക്കുക. മിൻ അസ്ഫല, അടിഭാഗത്തു നിന്ന് മുകളിലോട്ടാണ് വരക്കണം. ഇങ്ങനെയല്ല, ഇങ്ങനെ ഇളക്കുക. ബി ഗുർഫത്തിൻ മുസ്തഖില്ലത്തിൻ, അത് തന്നെ ഒരു കോരൽ വെള്ളം പ്രത്യേകമായിട്ട് എടുത്തിട്ട് അങ്ങനെ ചെയ്യൽ സുന്നത്താണ്. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്നിങ്ങനെ കോരിയിട്ട് ആ വെള്ളത്തെ എല്ലായിടത്തും ഇങ്ങനെ ഉരച്ചെത്തിക്കുക, ഇടർച്ച വരുത്തുക. ഇതാണ് താടി, കസീഫായ കട്ടിയുള്ള താടി ഇടർച്ച വരുത്തേണ്ട രൂപം. വ തഖ്ലീലുൽ അസാബിഇ, ഈ വിരലുകൾ ഇടർച്ച വരുത്തൽ സുന്നത്താണ്. ജസ്റ്റ് ഇങ്ങനെ കഴുകി അല്ലെങ്കിൽ കൈ കഴുകുന്ന സമയത്ത് ഇങ്ങനെ ആക്കുന്നതിന് പകരം ഇങ്ങനെ വിരലുകൾ ഇട്ടുകൊണ്ട് ചെയ്യൽ സുന്നത്തുണ്ട്. അൽ അഫ്ളലു കൗനുഹു ഫിൽ യദൈനി ബിത്തശ്ബീകി. വിരലുകളെ ഇങ്ങനെ ഈ രൂപത്തിൽ ഇടുന്നതിനാണ് തശ്ബീക്ക് എന്ന് പറയാ. ഇങ്ങനെ ഇട്ടിട്ടൊന്ന് ഇറക്കൽ സുന്നത്താണ്. നമ്മൾ കോവിഡിന്റെ സമയത്ത് മറ്റേ സാനിറ്റൈസർ യൂസ് ചെയ്യേണ്ട എങ്ങനെയാണ് എന്നുള്ളത് ഗവൺമെന്റ് പറഞ്ഞല്ലോ. ആ കാര്യം തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഫിഖിൽ. ഇങ്ങനെ തശ്ബീക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഇത് ചെയ്യൽ സുന്നത്താണ്. പ്രത്യേകം ഓരോ വുദൂലും സുന്നത്താണ്. വഫിദ്ദിജിലൈനി, കാലിലും ഇടർച്ച വരുത്തൽ സുന്നത്താണ്. അതെങ്ങനെ? ബിഖിൻസരി യദിഹിൽ യുസ്റ മിൻ അസ്ഫലിൽ അസാബിഇ മുബ്തദിഅൻ മിൻ ഖിൻസരി റിജ്ലിഹിൽ യുംന വ മുഖ്തതിമൻ ബിഖിൻസരിൽ യുസ്റ. കാലിൽ ഇടർച്ച വരുത്തേണ്ടതെന്ന് പറഞ്ഞാല് ഇടത് കൈയുടെ ചെറുവിരൽ കൊണ്ടാണ് കാലിൽ ഇടർച്ച വരുത്തേണ്ടത്. അത് തന്നെ വലത് കാലിന്റെ ചെറുവിരലിൽ നിന്ന് തുടങ്ങി, ഏറ്റവും വലത് ഭാഗത്ത് നിന്ന് തുടങ്ങി ഇങ്ങനെ ഇടത് കാലിന്റെ ഏറ്റവും ചെറുവിരൽ വരെ ഇങ്ങനെ ഇടത് കൈയുടെ ഈ ചെറുവിരൽ കൊണ്ട് ഇങ്ങനെ കൈയിട്ട് ഇളക്കിക്കൊണ്ട് കാലുകൾ പ്രത്യേകം സുന്നത്തുണ്ട്. എന്ത്? കാലിന്റെ വിരലുകള് ഈ രൂപത്തില് ഇടത് കൈയുടെ ചെറുവിരൽ കൊണ്ട് അടിഭാഗത്ത് നിന്ന് മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ വരച്ചുകൊണ്ട് ഇതിന്റെ വിരലുകൾക്കിടയിലുള്ള ഭാഗം അങ്ങനെ ഇടർച്ച വരുത്തല്. അത് തന്നെ വലത് കാലിന്റെ ചെറുവിരൽ മുതൽ ഇടത് കാലിന്റെ ചെറുവിരൽ വരെ ഈ ഓർഡറിൽ ഇങ്ങനെ ചെയ്യല് സുന്നത്തുണ്ട്. ആ പറഞ്ഞത് മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഇടർച്ച വരുത്തേണ്ടത് മനസ്സിലായില്ലേ? അതെ, ഓരോ വിരലായിട്ട് അതിന്റെ ഇടയിലുള്ള ഭാഗം ഇങ്ങനെ ഈ ഇടത് വിരൽ കൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യുക? അതിന്റെ ഇടയിൽ കൈയിട്ടുകൊണ്ട് ഇങ്ങനെ വരക്കുക. ആ പരിപാടിക്കാണ് ഈ തഹ്ലീലുൽ അസാബി എന്ന് പറയുന്നത്. ഇതൊക്കെ സുന്നത്തുള്ള കാര്യമാണ്. നമുക്ക് പ്രത്യേകം അതൊക്കെ ഇന്നൊക്കെ ആരെങ്കിലും ചെയ്യലുണ്ടോ? അപ്പൊ നമ്മൾ ചെയ്യണം. ആ സുന്നത്ത് നമ്മൾ എടുക്കണം. ഈ പറഞ്ഞതൊക്കെ എന്താ പറയാ, ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. എല്ലാത്തും ജീവിതത്തിൽ കൊണ്ടു നടക്കണം. ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ചെയ്യണം. എന്നാൽ നമ്മൾ പഠിച്ച ഇൽമിനോട് നമ്മൾ കൂറു പുലർത്തുന്നവരാവുള്ളൂ. ഇനി വയജിബു ഫി മുൽതഫത്തിൻ വയഹ്റുമു ഫി മുൽതഹിമത്തിൻ. ഈ വിരലുകൾക്കിടയിൽ ഇടർച്ച വരുത്തണം എന്ന് പറഞ്ഞത് അത് ചിലപ്പോൾ നിർബന്ധമാകും. എപ്പെന്ന് പറഞ്ഞാല് ചില ആളുകളുടെ വിരലുണ്ടാവില്ല ഇങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ ആയത്, ഒട്ടിപ്പിടിച്ച പോലെ നിൽക്കുന്ന വിരലുകൾ ഉണ്ടാവും ചിലർക്ക്. കാൽവിരലുകൾ, കൈവിരലാവട്ടെ കാൽവിരലാവട്ടെ, അത്തരം സാഹചര്യങ്ങളിൽ കൈയിട്ട് ഇളക്കിയിട്ട് തന്നെ അതിന്റെ ഇടയിൽ ഇങ്ങനെ വെള്ളം എത്തിക്കൽ നിർബന്ധമാണ്. കാരണം അങ്ങനെ ചെയ്തിട്ടില്ലേ വെള്ളം അതിനുള്ളിൽ എത്തൂല എന്നുള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഒരാളുടെ രണ്ട് വിരലുകൾ ഇങ്ങനെ വളരെ ഒട്ടി നിൽക്കുന്നതാണെങ്കിൽ അതിന്റെ ഇടയിൽ വെള്ളം എത്തണമെങ്കിൽ ഈ കൈയിട്ട് ഇളക്കിയാലേ ആവുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഇളക്കൽ നിർബന്ധമാണ് എന്നർത്ഥം.
അതേ സമയത്ത് ഈ പറഞ്ഞത് കാലിലും കയ്യിലും രണ്ടിലും ബാധകമാണ് കേട്ടോ. ഇനി വയഹറുമു ഫി മുൽത്തഹിമത്തിൻ, ഇനി ഒരാളെ വിരൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടാണ് ഉള്ളത്, ഓൾറെഡി ഇങ്ങനെ ഇറച്ചി തന്നെ ഒട്ടിയിട്ടാണുള്ളത്. പഠിച്ചാൻ അങ്ങനെയാണ് മൂപ്പര് വിരലുണ്ടാക്കിയത്. ഇങ്ങനെ ഈ രണ്ട് ഭാഗം ഒട്ടിക്കിടക്കാണ്. ആടെ ഇങ്ങനെ മുറിച്ചിട്ട് കത്തി കൊണ്ട് മുറിച്ചിട്ട് ആടെ വെള്ളത്തിക്കല് അത് ഹറാമാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ വിരൽ കൊണ്ടിട്ട് ഇങ്ങനെ വലിച്ച് അങ്ങനെ കിടങ്ങാറാക്കിയിട്ട് അവിടെ ശരീരത്തിന് പ്രയാസാക്കുന്ന രൂപത്തിൽ ഇടർച്ച വരുത്തലോ അത് ഹറാമാണ്. അങ്ങനെ ചെയ്യരുത്. ആ സമയത്ത് അതൊന്നും അല്ലാതെ ഒട്ടിപ്പിടിച്ച് വെക്കുന്ന കൈയാണെങ്കിൽ അല്ലെങ്കിൽ കാൽ വിരലുകളാണെങ്കിൽ അവിടെ കൈയിട്ടുകൊണ്ട് തന്നെ ഇടർച്ച വരുത്തൽ സുന്നത്താണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. കയ്യിലുള്ള ഇടർച്ച വരുത്തൽ ഈ രൂപത്തിൽ തശ്ബീഹ് കൊണ്ടാവലും പ്രത്യേകം സുന്നത്താണ്. ഈ രൂപത്തിലാണ് ഇടർച്ച വരുത്തേണ്ടത്. അതുപോലെ തന്നെ തേച്ച് കൊണ്ട് കഴുകണം. കാരണം മാലിക്കി മദ്ഹബിൽ അത് മുഖം കഴുകുന്നതാണെങ്കിൽ വരക്കണം നല്ലോണം. കൈയും കാല് കഴുകുമ്പോഴും ചില ആൾക്കാർക്ക് കാല് തീരെ കാലുമേലേക്ക് കുനിഞ്ഞുകൊണ്ട് കൈ കൊണ്ട് ഉരക്കാന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ളവരുണ്ടാവും. അങ്ങനെയാവരുത്. നമ്മൾ കാലും കൈ കൊണ്ട് തന്നെ ഉരച്ച് ഈ രൂപത്തിൽ കാലിന്റെ വിരലുകൾ വരെ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ചെയ്യല് പ്രത്യേകം സുന്നത്താണ്. അപ്പൊ നമ്മളത് നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബക്കാർക്കും വീട്ടുകാർക്കൊക്കെ നമ്മൾ മാതൃകയാണോ അത് ചെയ്ത് കാണിച്ചു കൊടുത്തോണ്ട്. പള്ളിയിലൊക്കെ എല്ലാം കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ അവരെ മുന്നിൽ നിന്ന് ഒന്ന് എടുത്ത് കാണിച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. കാരണം പലർക്കും ഇതെല്ലാം പിന്നെ മദ്രസയിൽ പിന്നീട് വലിയ ക്ലാസ്സുകളിൽ ഇത് പഠിക്കുന്നുണ്ടെങ്കിലും ചെറുപ്പകാലത്ത് നമ്മൾ ചെയ്ത് ശീലിച്ച സാധനങ്ങൾ നമ്മൾ പിന്നെയും തുടരുക. അപ്പൊ നല്ല ശീലങ്ങൾ നമ്മൾ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഈ രൂപത്തിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ. അങ്ങനെയാകുമ്പോൾ കുട്ടികൾ പിന്നെ ജീവിതത്തിൽ എല്ലാ കാലത്തും അത് തുടർന്നു വരും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരിക്കല് ഒരു പള്ളിയിൽ ഞാൻ ഇങ്ങനെ ഒതുകൊടുക്കാൻ വേണ്ടി നിന്ന സമയത്ത് അവിടെ ഇരിക്കാനുള്ള സൗകര്യം ഇല്ല ഒതുകൊടുക്കാൻ, അല്ലെങ്കിൽ സൗകര്യം വളരെ പരിമിതമാണ്. ആ സമയത്ത് ഒരു നോർത്ത് ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു ഒരു മനുഷ്യൻ, ആസാമി ബംഗാളി ആരോ ആണ്, മൂപ്പര് നിലത്തിങ്ങനെ ചമ്രം നിലത്ത് എന്താ പറയാ, അങ്ങനെ ഇരുത്തത്തിന് ഈ മുട്ട് മടക്കിയിട്ടുള്ള ആ ഇരുത്തുണ്ടല്ലോ, ആ ഇരുത്തിരുന്നിട്ടാണ് മൂപ്പര് ഒതു കൊടുക്കുന്നത്. പൈപ്പിൽ നിന്ന് വെള്ളം ഇങ്ങനെ താഴേക്ക് വീഴുന്നുണ്ട്. അപ്പൊ മൂപ്പര് ആ ഇരുന്ന് ഒതു കൊടുക്കുക എന്നുള്ള ഒരു സുന്നത്തായ കാര്യമാണ്. ആ സുന്നത്ത് കിട്ടാൻ വേണ്ടി മൂപ്പര് ചെറുപ്പത്തിലേ ശീലിച്ചതാണ്. അവരെ നാട്ടിലൊക്കെ ഇരുന്ന് കൊണ്ട് ഒതു കൊടുക്കാനുള്ള പ്രത്യേക സൗകര്യം ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ മനസ്സിലാവും. അപ്പൊ അത് ഇവിടെ വന്നിട്ട് ഇരിക്കാനുള്ള സാഹചര്യം ഇല്ലേറ്റും മൂപ്പര് ഇരുന്നു കൊണ്ട് കാല് മുട്ട് മടക്കി ഇങ്ങനെ ഇരുന്നു കൊണ്ട് അത് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ അത് ശീലിച്ചു പോയതാണ്. അത് അങ്ങനെ കഴിയുള്ളൂ. ആ രൂപത്തിൽ നല്ല ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കണം, നമ്മളെ മക്കൾക്ക് നമ്മൾ പകർന്നു കൊടുക്കണം. എന്നാൽ അത് വലിയ കാര്യമായിരിക്കും. ഓല അത് ചെയ്യുന്ന കാലത്തോളം അതിന്റെ കൂലി കിട്ടും. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇന്നത്തെ ക്ലാസ്സിൽ? എല്ലാം നമുക്ക് അവസാനിപ്പിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.